ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഉണ്ണിയപ്പമാണ് കേട്ടോ. ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ അരിയൊക്കെ അരച്ച് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ച് ആ രീതിയിലുള്ളതല്ല. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു 10 മിനിറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കപ്പാണ്. ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പത്തിരി അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ്. പിന്നെ ഒരു 1 ടീസ്പൂൺ റവ ഒന്നും കൂടുതൽ വേണ്ട കേട്ടോ. ഈ ഒരു അളവിൽ തന്നെ മതിയാവും 2 കപ്പ് പൊടിയിലേക്ക്. പിന്നെ ഒരു 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിലും കുറച്ച് താഴെ മതിയാവും കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു റവയും അരിപ്പൊടിയും ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അടുത്തതിന് ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു 300 ഗ്രാം ശർക്കര എടുത്ത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.25 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ലോണം ഒന്ന് തിളച്ച് മെൽട്ടായി വരട്ടെ. ഈ സമയത്ത് തന്നെ അടുത്ത അടുപ്പിൽ ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു പാനിൽ ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് വളരെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. കട്ടി കൂടി പോകാനേ പാടില്ല. നല്ല കനം കുറച്ച് മുറിച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അങ്ങ് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഉണ്ണിയപ്പത്തിന്. അതിന് വേണ്ടിയിട്ടാണ്. രണ്ടും കൂടെ അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നോട്ടെ. തേങ്ങ ശരിക്കും നല്ല വറവായിട്ട് നല്ലൊരു കളറായി കിട്ടണം കേട്ടോ. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്നുകൂടെ അങ്ങ് വറുത്തെടുക്കുക. എള്ള് ചേർത്ത് പിന്നെ കുറേ സമയം വറുക്കണമെന്നൊന്നുമില്ല, നല്ലോണം അങ്ങ് ചൂടായി കിട്ടിയാൽ മതിയാകും. ഇതുപോലെ നല്ല കളറിലായി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ടൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ ശർക്കര കറക്റ്റ് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇങ്ങനെ തിളപ്പിച്ച് കുറുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാണുന്ന സമയത്ത് ഇതിങ്ങനെ കുറച്ച് ലൂസാണല്ലോ, കുറച്ചും കൂടി ഇങ്ങനെ കുറുക്കാന്നൊക്കെ. പക്ഷെ അങ്ങനെ വേണ്ട കേട്ടോ. നമുക്ക് ഇത്ര തന്നെ വെള്ളം വേണം ആ ഒരു 2 കപ്പ് പൊടിയിലേക്ക്. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഒരുപാട് ചൂടാറി വരേണ്ട ആവശ്യമൊന്നുമില്ല. ആ ചൂടിൽ തന്നെയാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ശർക്കരപ്പാനി മാവിലേക്ക് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഈ വലിപ്പത്തിലുള്ള ഒരു ചെറിയൊരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെ മതി കേട്ടോ, കൂടി പോവേണ്ട. നമ്മൾ 2 കപ്പ് പൊടിയിലേക്ക് ഇത് കറക്റ്റ് അളവായിരിക്കും. വലുതൊക്കെ ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി. എന്നിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് നരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. അരയ്ക്കുന്ന സമയത്ത് വെള്ളം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഫൈനായിട്ട് അരഞ്ഞോളും. അത് നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ചൂടോടെ കൂടുള്ള ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ പൊടി കട്ട പിടിച്ചു പോകും. നല്ല ചൂടുള്ള പാനിയല്ല, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പകുതി ഒഴിക്കുക, എന്നിട്ട് മിക്സ് ആക്കുക, ബാക്കി ഒഴിക്കുക. അങ്ങനെ മുഴുവനും വേണ്ടി വരും അതെന്തായാലും. ഈ ഒരു പൊടിയിലേക്ക് ചൂടുള്ള ശർക്കരപ്പാനി ഒഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഒരു കുഴപ്പം ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ശർക്കരപ്പാനി തിളപ്പിച്ച് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പഴം അരച്ച് വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, അത്ര സമയം ചൂടാറിയിട്ടുള്ളൂ. ബാക്കി ചൂടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അതായത് പൊടി കട്ട പിടിക്കാനുള്ള ടൈം കൊടുക്കരുത്. ആ ഒരു ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കിയിട്ടുള്ള ശർക്കരപ്പാനി മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ആ ഒരു കട്ടി നോക്കിയിട്ട് നമുക്ക് അറിയാമല്ലോ. വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്താൽ മതി, നോക്കിയിട്ട് മാത്രം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലോണം കട്ടൊന്നുമില്ലാതെ തന്നെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര മിക്സായി വരുമ്പോഴേക്കും അത്യാവശ്യം ചൂടങ്ങ് പോയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് നല്ലോണം ഒന്ന് കട്ടയില്ലാതെ മിക്സ് ആക്കി എടുത്താലും മതിയാവും. ഇതാ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഫ്ലേവറിനുള്ളത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ തേങ്ങാക്കൂട്ട് എല്ലാം കൂടെ വരുമ്പോൾ മാവ് കുറച്ചുകൂടി ഒരു കട്ടി കൂടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് 1-2 ടേബിൾ സ്പൂൺ, കൂടുതൽ വെള്ളം വേണ്ട, നോക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്ക് മൊത്തത്തിലൊരു 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 2 കപ്പ് വെള്ളം എന്തായാലും വേണ്ടി വരും. പിന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് മതി. കൂടുതൽ ലൂസും അല്ല, കൂടുതൽ ടൈറ്റും അല്ലാതെ. ഫസ്റ്റ് തപ്പം ചുട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്നിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാകും. ഇനി ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ചൂടിൽ ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം കറുത്ത കളറാവും, ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഒരു ഭാഗം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ കുറച്ച് സമയം കൂടെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടിക്കോളൂ കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഉൾഭാഗം വേവാത്ത പ്രശ്നം അല്ലെങ്കിൽ ഓയിൽ കൂടുതൽ കുടിക്കുന്ന പ്രശ്നം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ കറക്റ്റ് ഇങ്ങനെ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം.
അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ശരിക്കും കാണുന്ന സമയത്ത് തന്നെ നല്ല പെർഫെക്ഷനിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കിത് കഴിച്ചു നോക്കുന്ന സമയത്തും മനസ്സിലാവും കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഏകദേശം ഒരു 35 to 36 ഉണ്ണിയപ്പം ഇതുപോലെ ഒരു 4 ബാച്ചായിട്ട് ഫ്രൈ ചെയ്യാനുള്ള അളവിലുണ്ടാവും കേട്ടോ. ഈ ഒരു 2 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ട് പിന്നെ ചെയ്യുന്ന സമയത്ത് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. തീ ഒരുപാട് കൂട്ടി വെച്ച് ചെയ്യരുത്. വളരെ ചെറുതിലൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളൂ. ഇനി ഇതുപോലെ ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പഴം കൊണ്ട് കിള്ളിയിട്ടപ്പൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ബോളാക്കി ഇട്ട് കൊടുത്തിട്ട് സാധാരണ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ചെറിയ ചൂടോടുകൂടെ അല്ലെങ്കിൽ അത്യാവശ്യം ചൂടൊക്കെ ആറിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് ഇതാ ഉൾഭാഗം ഒന്നും വേവാത്ത പ്രശ്നം അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും ചെയ്തു വെക്കുക. പിന്നെ നമ്മൾ സാധാരണ അരി അരച്ച് അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നാടൻ രീതിയിൽ ചെയ്യുന്ന ആ ഒരു പെർഫെക്റ്റ് റെസിപ്പി അല്ല. പക്ഷേ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം കഴിക്കണമെന്നും കൊതി വരുന്ന ദിവസങ്ങളിൽ റെസ്റ്റ് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കാം. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടൊരു ഗസ്റ്റ് വരുന്നൊക്കെ തോന്നുന്ന ദിവസങ്ങളിൽ ഗോതമ്പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അതിനൊക്കെ പറ്റുന്ന ഒരു സൂപ്പർ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ മറക്കരുത്. അതുപോലെ ചെയ്തു നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്